മോഷണത്തിന് വേണ്ടി ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ പേടി എന്തായിരിക്കും എന്നറിയാം? ആ വീട്ടിലെ നായയായിരിക്കും. കാരണം ഈ ആള് വരുന്നതെന്ന് അറിയുന്നതോടുകൂടി നായ കുറയ്ക്കാൻ തുടങ്ങും. അതോടുകൂടി വീട്ടുകാർ ഉണരും. ഇയാളുടെ പരിപാടി നടക്കൂല. അതുകൊണ്ട് അയാൾക്ക് ഏറ്റവും വലിയ പേടി ഉണ്ടാവുക നായയായിരിക്കും. അതുകൊണ്ട് ഇയാൾ എന്താ ചെയ്യാന്നറിയോ? വരുമ്പോ തന്നെ നായക്ക് കൊടുക്കാൻ ഒരു ഇറച്ചി കഷ്ണമായിട്ടാണ് വരിക. എന്നിട്ട് നേരെ അയാൾ വന്നിട്ട് ആ കൂട്ടിലേക്ക് ഇറച്ചി കഷ്ണം ഇടും. നായക്ക് ഭയങ്കര സന്തോഷമായി. എന്ത് സ്നേഹമുള്ള കള്ളൻ എന്നാണ് നായ ആലോചിക്കണേ. ആ ഇറച്ചി കഷ്ണം നായ വെട്ടി വിഴുങ്ങും. ആ വെട്ടി വിഴുങ്ങുന്ന സമയം കൊണ്ട് കള്ളൻ എന്ത് ചെയ്യും? അയാളുടെ പരിപാടികളെല്ലാം നടത്തും. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് മോഷണമൊക്കെ നടത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കള്ളൻ ആ കൂട്ടിലേക്ക് ഒരു നോട്ടം നോക്കും. അവിടെ ആരുണ്ടാവും? നായ ഉണ്ടാവോ? നായ മരിച്ചു കിടക്കുന്നുണ്ടാവും. കാരണം കള്ളൻ കൊടുത്തത് ഒരു ഇറച്ചി കഷ്ണം മാത്രമായിരുന്നില്ല, അതിന്റെ ഉള്ളില് ചെറിയ ഒരു വിഷത്തിന്റെ തുള്ളിയിട്ടിരുന്നു. ഇതാണ് തെറ്റായ കൂട്ടുകാർ നമ്മൾക്ക് സമ്മാനിക്കുന്ന തെറ്റായ ശീലങ്ങൾ. അത് നമ്മളെ നശിപ്പിക്കുക. സ്നേഹമാണ് എന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് സ്നേഹമായിരുന്നില്ല എന്നും അതിനകത്ത് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ചിലത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നും കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് മനസ്സിലാവുക. അതുകൊണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. 10-30,000 ദിവസം കൊണ്ട് തീരുന്ന ഒരു ഏർപ്പാടിന്റെ പേരാണ്. വളരെ കുറച്ചേ ഉള്ളൂ. ഈ കുറഞ്ഞ ജീവിതം ഒരാള് സന്തോഷത്തോടുകൂടി, ഹാപ്പിനെസ്സോടുകൂടി, നല്ല സേവനങ്ങളും സ്നേഹവും സന്തോഷവും മനുഷ്യർക്ക് കൊടുത്ത് ഒരായുസ്സിനെ അർത്ഥവത്താക്കുക എന്നുള്ളതാണ് പ്രധാനം. മരിച്ചു തീരുന്നത് വരെയുള്ള ഈ ഒരു സമയം അർത്ഥവത്താക്കാനുള്ള ഒരാളുടെ തയ്യാറെടുപ്പാണ് പ്രധാനം. മരിച്ചു കഴിഞ്ഞാൽ പിന്നില്ല.